നമുക്ക് ഓരിമിച്ച് നമുക്ക് ഓരുമിച്ച് ഓരു വികസിത് കേരളം പടുത്തുയർത്തം ജയ് കേരളം ജയ് ഭാരത്. നമുക്ക് ഒരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം. ജയ് കേരളം ജയ് ഭാരത്. ധന്യവാദ്. വളരെയധികം നന്ദി. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ടാതിഥികളും तो प्रधानमंत्री नरेंद्र Honorable Prime Minister of India Shri Narendra Modi ji is here with us today. I request everyone to be seated. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ നിന്നും മടക്കുകയാണ്. വിഴിഞ്ഞം കമ്മീഷനിംഗ് പൂർത്തിയാവുന്നു. ഇന്ത്യയുടെയും കേരളത്തിന്റെയും അഭിമാന പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. വികസിത കേരളത്തിനായി നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെ വേദിയിൽ വെച്ച് പങ്കുവച്ചത്. എന്തായാലും ഗൗതം അദാനി വലിയ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ 30 വർഷമായി ഗുജറാത്തിൽ അദാനി പോർട്ട് പ്രവർത്തിക്കുന്നു. അതിലും വലിയൊരു പ്രോജക്റ്റ് അദ്ദേഹം കേരളത്തിൽ സാധ്യമാക്കി എന്നതാണ്. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ മേഖലകളിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്ന വഴി എങ്ങനെയാണ്, അതിൻ്റെ സാങ്കേതികവിദ്യ, ഇതൊക്കെ സാങ്കേതിക വിദഗ്ധർ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നേരത്തെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്ത് വന്ന് അദ്ദേഹം ലാൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം നടത്തിയ സന്ദർശനം, അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി, അദ്ദേഹത്തോടൊപ്പം കേരള ഗവർണർ, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം വിശദമായി തന്നെ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് സംബന്ധിച്ച വിശദമായ ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. രാജ്യത്തിൻ്റെ സുപ്രധാനമായ വികസന നീക്കങ്ങളിൽ ഒന്നാണ് പോർട്ട് ഡെവലപ്മെൻറ്റ് എന്നതാണ് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം. രാജ്യത്തിൻ്റെ തുറമുഖങ്ങൾ കഴിഞ്ഞ കുറേ കാലയളവിനിടയിൽ വികസിച്ച് നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലും വിഴിഞ്ഞം പോർട്ട് എന്ന യാഥാർത്ഥ്യമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. വികസിത കേരളം എന്ന പദ്ധതിക്ക് ഒപ്പം കേന്ദ്രമുണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വേദിയിൽ നടത്തിയിരുന്നു. വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ മോദിയുടെ ഒളിയമ്പ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളാണല്ലോ പിണറായി വിജയനും ശശി തരൂരും. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങ് പലരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ച ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പുറത്തുവിടുന്ന ആ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा.
बल मैसेज चला गया जहां जा रहा था। സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി സ്വകാര്യ പങ്കാളിത്തത്തെ പ്രകീർത്തിക്കുന്നത് ഇന്ത്യയുടെ മാറിയ മുഖമാണ് കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രാധാന്യം നൽകുന്നതിൽ സന്തോഷമെന്നും മോദി പറയുന്നു. एक बात पर ध्यान केंद्रित किया होगा, जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. ഒപ്പം പ്രധാനമന്ത്രിയുടെ മറ്റൊരു വാക്കുകൾ കൂടി പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത്, "30 വർഷമായി അദാനി ഗുജറാത്തിൽ തുറമുഖ രംഗത്തുണ്ട്. എന്നിട്ടും ഇത്രയും വലിയൊരു തുറമുഖം പണിതിട്ടില്ല. ഇതിന് ഗുജറാത്ത് ജനതയുടെ പരാതി കേൾക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा.